വനം നൈസർഗികമായിട്ടുള്ള വനമായിട്ട് മാറണം. എന്താണെന്ന് വെച്ചാൽ നൈസർഗിക വനത്തിലാണ് മൃഗങ്ങളും സസ്യങ്ങളും വെള്ളവും വായുവും എല്ലാ പക്ഷികളും എല്ലാം സന്തുലിതമായി ഉണ്ടാവുക. ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടത്. ഇക്വിലിബ്രിയം സ്റ്റേജ് എന്നാണ് അതിന് പറയുക. അപ്പോൾ അങ്ങനെ ഇക്വിലിബ്രിയം സ്റ്റേജ് ആണെങ്കിൽ ഇവയ്ക്ക് പുറത്തോട്ട് വരേണ്ട പ്രശ്നം വരില്ല. വെള്ളമില്ല എന്നുള്ള പ്രശ്നമേ വരില്ല, ഭക്ഷണമില്ല എന്നുള്ള പ്രശ്നമേ വരുന്നില്ല. പിന്നെ അവർ നാട്ടിലേക്ക് ഇറങ്ങേണ്ട ആക്സിഡൻ്റലായിട്ട് ചിലപ്പോൾ ഇറങ്ങി വന്നാൽ എന്നല്ലാതെ അത് ഒരു ആവശ്യം എന്ന നിലയിലേക്ക് ഇറങ്ങി വരേണ്ട കാര്യമില്ല. അപ്പോൾ ഒന്ന് ഈ നൈസർഗിക വനം എന്നുള്ളത് അതിപ്പോൾ ഒരു MP എന്നുള്ള നിലയ്ക്ക് വനം ഉണ്ടാക്കാൻ പറ്റുന്നതല്ല അതിൻ്റെ അർത്ഥം. എങ്കിലും ഒരു ആശയം മുന്നിൽ വെച്ച് നമ്മുടെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളടക്കം ജനകീയമായി ഒരു നൈസർഗിക വനസൃഷ്ടി എന്നുള്ളത് തുടങ്ങി വയ്ക്കാവുന്ന ഒന്നാണ്. കാരണം ഇത് ശാശ്വത പരിഹാരം ഇതിന് കാണണം. കേരളത്തിൽ മാത്രമല്ല, ഇത് ലോകം മുഴുവൻ ഈ പിന്നെ ഹ്യൂമൻ അനിമൽ കോൺഫ്രണ്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ വരാൻ കാരണം ഈ നൈസർഗിക വനത്തിൻ്റെ നഷ്ടമാണ്.